നമസ്കാരം. പോത്തുവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്ലസ് വൺ വിദ്യാർത്ഥിയായ സഹപാഠിയെ 4 വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ സ്കൂളിൽ നിന്നും പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബാലാവകാശ കമ്മീഷന്റെ ശുപാർശ കത്തുമായി രക്ഷിതാക്കൾ വീണ്ടും സ്കൂളിലെത്തിയത് പ്രശ്നങ്ങൾക്ക് ഇടയാക്കി. അഞ്ചൽ വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സഹപാഠിയെ 4 വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷനിൽ നിന്നും വിദ്യാർത്ഥികളെ സ്കൂളിൽ തിരിച്ചെടുക്കുവാൻ ശുപാർശ ചെയ്തുകൊണ്ടുള്ള കത്തുമായി 2ാം ദിവസവും സ്കൂളിലെത്തിയത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് ലഭിക്കാതെ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. സ്കൂൾ സമയം കഴിഞ്ഞിട്ടും സ്കൂളിൽ നിന്നും രക്ഷകർത്താക്കൾ പോകാൻ തയ്യാറാകാത്തതിനാൽ അധികൃതർ പോലീസിന്റെ സഹായം തേടി. പോത്തുവിഷൻ ന്യൂസ്, ചടയമംഗലം. അങ്ങനെയാണെങ്കിൽ ഈ ബാലാവകാശ കമ്മീഷൻ എന്നുള്ളൊരു നിയമം വേണ്ടല്ലോ. ഞാൻ മാറുന്നില്ല, എനിക്കൊരു നിയമം കിട്ടാതെ മാറില്ല. ഒരു കുട്ടി വനിതകളുണ്ടല്ലോ, അവരെ പിടിച്ചേറ്റിക്കും. നിയമപരമായ ഇനി നിങ്ങൾ കോടതി ഉണ്ടല്ലോ, കോടതിയിൽ പോകാലോ, എവിടെല്ലാം പോകാൻ നിങ്ങൾക്ക്. എന്തുകൊണ്ടാണ് ഈ സമീപനം ഉണ്ടാകുന്നത്? നമ്മളെന്നല്ല ഡയറക്ടറെ ഇവിടെ കയറേണ്ടത് പറഞ്ഞ ഇവിടെ അവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞല്ലോ. അതിന് നിങ്ങൾ ഇനി പോവോ? നിങ്ങൾ മഹാരാഷ്ട്ര കോർപ്പറേഷൻ വീണ്ടും സമീപിക്കുക. കണ്ടോ? കണ്ടല്ലോ. വിദ്യാഭ്യാസ വകുപ്പ് ബാലാവകാശ കമ്മീഷൻ പറയുന്നത് കേൾക്കണോ? നിങ്ങൾക്ക് ഇപ്പം പുറത്തിറങ്ങിയെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? പ്രതിഷേധം അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ചിന്തിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അതിന്റെ മേലോട്ട് ഹൈക്കോടതിയിൽ നിങ്ങൾ വേറെ എവിടെയാണെങ്കിലും പോയി, അത് കുഴപ്പമില്ല. പോയി നിങ്ങൾ ഓർഡർ മേടിച്ചോണ്ടോ. നിങ്ങൾ ഞാൻ ഷൗട്ട് ചെയ്യുന്നില്ല, സംസാരിച്ചോ. ഞാൻ നോക്കാനായിട്ട് സംസാരിക്കോ. ഞാൻ ഇതിനെ ഷൗട്ട് ചെയ്യുന്നില്ല. ഞാൻ ഷൗട്ട് ചെയ്യുന്നില്ല. ഇതിന് പുറത്തുനിന്ന് കേൾക്കാം, പുറത്ത് നിന്നാ കേൾക്കാം. ഇത് സമയം പിന്നെ 5:45 6 മണിയായി. സ്കൂൾ അടച്ചു പോകേണ്ട ഒരുപാട് സമയം. SPC ഉണ്ടെങ്കിൽ അതും കഴിയേണ്ട സമയമായി. ഇനിയിപ്പോ ഇതിനകത്ത് പറ്റത്തില്ല. വല്ല പുറത്ത് നിൽക്കുകയാണെങ്കിൽ എന്ത് നിയമമാണ്? എവിടുത്തെ നിയമമാണ്? സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് കുട്ടികൾ കുറ്റം ചെയ്യോ അങ്ങനെയുള്ള ചെയ്തു കഴിഞ്ഞാൽ പരിഹരിച്ച് കുട്ടികളെ ആ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിപ്പിച്ച് അവരെ തെറ്റുകൾ ചെയ്യാതെ എഡ്യൂക്കേറ്റ് ആക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവരെ പണിഷ്മെന്റ് കൊടുത്ത് നാട് കടത്തുക എന്നുള്ളതല്ല. ഏത് നിയമമാണ്? വിദ്യാഭ്യാസ വകുപ്പിൽ പറയുന്ന നിയമമാണ് ഞങ്ങൾ പാലിക്കുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് എന്ത് നിയമമാണ്? ഈ പോലീസ് ഓഫീസർക്ക് നിയമം അറിയാമോ? എന്താണ് ഈ പറയുന്നത്? അദ്ദേഹത്തിന് 6 മണിക്ക് ഇവിടെ ഞാൻ തുടരില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിയമമാണ്. പക്ഷേ എൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസം എന്താ ഇവിടുത്തെ നിയമമല്ലേ? കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് എന്തുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന ലംഘിക്കുന്നു? എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് എന്തുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന ലംഘിക്കുന്നു?